ലോക്ക്ഡൗൺ കാലത്തെ മാൻ ഓഫ് ദ മാച്ച് ചക്ക. എന്തൊക്കെയായിരുന്നു! ചക്ക തോരൻ, ചക്ക ഉപ്പേരി, ചക്ക ചവണി വറുത്തത്, പൊരിച്ചത്. ഒടുവിൽ ചക്കക്കുരു ഷേക്കിൽ വന്ന് അവസാനിച്ചു. ഞാനും ഒന്ന് ട്രൈ ചെയ്തായിരുന്നു. സംഭവം അന്ന് അടിപൊളിയായിരുന്നേ. ചക്കയെന്നും മലയാളികളുടെ ഒരു വികാരമല്ലേ. അതുകൊണ്ട് എവിടെ ചക്ക കണ്ടാലും ഞാൻ വാങ്ങിക്കും. ഇതും അങ്ങനെ കടയിൽ നിന്ന് വാങ്ങിയതാ, ഒരു പീസ് ചക്ക. ഇത് കേരളത്തിൽ നിന്ന് വന്ന ചക്കയല്ലെന്ന് തോന്നുന്നു. ആണെങ്കിൽ കേരളത്തിലിപ്പം മഴയായതുകൊണ്ട് ഇതിനുള്ളിൽ വെള്ളം കയറി മധുരമെല്ലാം പോയേനെ. പക്ഷേ ഇത് നല്ല സംഭവം അടിപൊളിയായിരുന്നു. നല്ല മധുരമുള്ള മധുരച്ചക്ക. ചില വസ്തുക്കൾ കാണുമ്പോൾ നമുക്ക് ചില ഓർമ്മകൾ വരില്ലേ. ചിലപ്പോൾ അത് സന്തോഷമാകാം, ചിലപ്പോൾ സങ്കടമാവാം. ചെമ്മീൻ്റെ മീശ കാണുമ്പം കുമാരൻ പങ്കായം കൊണ്ട് അടിച്ചതാ ഓർമ്മ വരുന്നതെന്ന് ദിലീപ് ചാന്തുപൊട്ട് സിനിമയിൽ പറയുന്ന പോലെ ഈ ചക്ക കാണുമ്പം എനിക്കും ചില ഓർമ്മകളുണ്ട്. അതൊരു സന്തോഷത്തിൻ്റെ അല്ല, ഒരു സങ്കടത്തിൻ്റെയാണ്. 3-4 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ചക്കയുണ്ടാവുന്ന കാലത്ത് നാട്ടിൽ പോയപ്പം അവിടെയുള്ള നാട്ടിലുള്ള ഒരു സ്ത്രീ, അവർക്ക് അവരുടെ പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ ഒരു വിഷമവും ഇല്ല. പച്ച ചക്കയുടെ തൊണ്ടിനേക്കാൾ കാഠിന്യമുള്ള അവരുടെ മനസ്സും മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ചക്കയുടെ മുള്ളിനേക്കാൾ മൂർച്ചയുള്ള അവരുടെ വാക്കുകളും പിന്നീട് എപ്പോൾ ചക്ക കണ്ടാലും എനിക്ക് ഓർമ്മ വരും. അതൊക്കെ പോട്ടെ, ഇപ്പം കിട്ടിയ ഈ ചക്കയെ കുറച്ച് വയറ്റിലും കുറച്ച് പ്ലേറ്റിലും ആക്കി ഞങ്ങൾ 2 പേരും കൂടെ. കട്ടൻ കാപ്പിയും ചക്കപ്പഴവും. ചക്കപ്പഴത്തിൻ്റെ കളറുള്ള ഉടുപ്പിട്ട് നിൽക്കുന്നവൻ ഞങ്ങൾക്ക് തരത്തില്ലെന്നും പറഞ്ഞ് ചക്ക അടുപ്പിച്ചു വെച്ചു. 1000 കുന്തമുനകൾ കാവലുണ്ടായിട്ടും ആരൊക്കെയോ പിച്ച് ചീന്താൻ വിധിക്കപ്പെട്ട ജന്മമല്ലേ ചക്കയുടേത്. അതുപോലെ ഞങ്ങളും അതിനെ പിച്ച് ചീന്തി അകത്താക്കി. നന്ദി.